ഇവയെ കാക്ഷിക്കുന്നു ഞാൻ, യേശുവേ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു നല്ല പകൽക്കാലം കണ്ടുണരുവാൻ ദൈവം നമ്മളെ അനുവദിച്ചു. ഈ മാസത്തിൻ്റെ അവസാന ദിവസത്തിലേക്കാണ് നമ്മൾ ഇന്ന് ആയിരിക്കുന്നത്. ഒന്നിൻ്റെ അവസാനമല്ല, മറ്റൊന്നിൻ്റെ ആരംഭമാണ് ഇന്നെന്നുള്ള പ്രത്യാശയോടുകൂടി നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ കരുതലും സ്നേഹത്തോടു കൂടി ഇന്നത്തെ പ്രഭാതത്തെ വരവേൽക്കാം. ഒരു ചിന്തയുമായി ഞാൻ ഇന്ന് നിങ്ങളെ മുന്നിലായിരിക്കുകയാണ്. ദൈവത്തോടുള്ള സ്നേഹം സമ്പൂർണ്ണ ആരോഗ്യത്തിന് അന്വേഷണീയം എന്ന ചിന്തയുമായി നിങ്ങളെ മുന്നിൽ നിൽക്കുമ്പോൾ, ഇവിടെ ദൈവത്തോടുള്ള സ്നേഹം സമ്പൂർണ്ണമായുള്ള ആരോഗ്യത്തിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നു. നല്ല ഒരു ആരോഗ്യമുള്ള ഒരു മനുഷ്യനെയാണ് ദൈവം ഈ ലോകത്ത് സൃഷ്ടിച്ചത്. എന്നാൽ നിർഭാഗ്യവശാൽ നമ്മുടെ ശരീരത്തെ നമ്മൾ തന്നെ ആരോഗ്യമില്ലാത്ത വ്യക്തികളാക്കി മാറ്റിയിരിക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്, നമുക്കറിയാം. ഒരുപക്ഷെ ഇന്ന് കഴിക്കുന്നതായ ആഹാരത്തിൻ്റെ പ്രശ്നമാകാം, അല്ലെങ്കിൽ മാറ്റാൻ പറ്റാത്ത ചില ദുർശീലങ്ങളാകാം. ഇതൊക്കെ ഒരു ഘടകമാണെങ്കിലും ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്നു, അതൊന്നുമല്ല. ദൈവത്തിന് ആവശ്യം ഒരു സമ്പൂർണ്ണമായ ആരോഗ്യമുള്ള ഒരു ശരീരമാണ് ദൈവത്തിന് പ്രസാദമുള്ളതെന്ന് ഇവിടെ അറിയിക്കുന്നു. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് ഒരു വാക്യം വായിച്ചു തുടങ്ങാം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 19-ഉം 20-ഉം വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. അപ്പം നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ ശരീരങ്ങൾ കൊണ്ടെന്ന് ഇവിടെ ദൈവവചനം പറയുമ്പോൾ ആ ശരീരം ആരോഗ്യമുള്ള ഒരു ശരീരമായിരിക്കണം. വേറൊരു കാര്യം കൂടെ പറയുമ്പോൾ, ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളൊരു കാര്യത്തെ പറ്റിയാണ്. ഇന്നറിയാം, ഇന്ന് പല വ്യക്തികളും ദൈവത്തെ മഹത്വപ്പെടുത്താൻ ശരീരങ്ങളെ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുമ്പോൾ ശരീരത്തെ സ്വന്തമായി മുറിവേൽപ്പിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടരെ കാണാം. അല്ലെങ്കിൽ ചാടി മറിഞ്ഞും അല്ലെങ്കിൽ വലിയ ഹരഘോഷത്തോടു കൂടിയും തലകുത്തിയൊക്കെ മറിഞ്ഞും ദൈവത്തെ ആരാധിക്കുന്നവരൊക്കെ കാണാം. ഒരു പക്ഷേ ഈ വാക്യം അവർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവുമെന്നോ ഒരു സംശയം കൂടി ഇരിക്കുന്നു. ശരിയാണെന്ന് വേണമെന്നില്ല. എന്നാൽ ഇവിടെ പറയുന്നത്, നിങ്ങൾ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു പറയുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ ശരീരത്തെ അതിനെ ബഹുമാന യോഗ്യമാം വണ്ണം ദൈവത്തെ ആരാധിക്കാൻ വിനിയോഗിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് സമ്പൂർണ്ണമായ ഒരു ആരോഗ്യം ദൈവം തന്നിരിക്കുന്നതായ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം. ലേവ്യ പുസ്തകം 11-ാം അധ്യായത്തിൽ പറഞ്ഞ ഒരു സമ്പൂർണ്ണ ആരോഗ്യ ഒരു നിഘണ്ടു തന്നെ 11-ാം അധ്യായം പറഞ്ഞിരിക്കുകയാണ്. എന്ത് കഴിക്കാം ഒരു മനുഷ്യന്, അല്ലെങ്കിൽ എന്ത് കഴിച്ചുകൂടാ എന്ന് ഇരിക്കെ ഇന്ന് പലപ്പോഴും അതിനെ മറന്നുകൊണ്ട് നമുക്ക് കണ്ണിൽ കാണുന്നതൊക്കെ വാങ്ങി കഴിച്ചുകൊണ്ട് രോഗത്താലോ പ്രയാസത്തിലേക്ക് കടക്കുകയും ആ ശരീരത്തെ ഇന്ന് മലിനമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ഇവിടെ അടിവരയിട്ട് പറയുന്നു, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ, ദൈവം നമ്മളെ അവൻ്റെ സ്വന്തം രക്തം ചിന്തി വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ, അവൻ്റെ ജീവനെ തന്ന് നമ്മൾ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലാണ് ദൈവം വസിക്കുന്നത്. നാം വസിക്കുന്ന ശരീരം എപ്പോഴും എന്തായിരിക്കണം? ഒരു സമ്പൂർണ്ണ ആരോഗ്യവാനായിരിക്കണം. അതിൽ ഒരു ലഹരി വസ്തുവോ അല്ലെങ്കിൽ ലോകത്തിന് മലിനമായിട്ടുള്ള ഒന്നും തന്നെ പാടില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അതുകൊണ്ട് ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനങ്ങളെ, ആരെങ്കിലും ഇന്ന് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ, ആരെങ്കിലും മറ്റ് ദുർശീലങ്ങളിലുള്ള പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്നവരോട് ഇന്ന് പകൽക്കാലം പറയാനുള്ളത്, നമ്മളെല്ലാവരും അതെല്ലാം ഉപേക്ഷിക്കുക. ദൈവം ഈ ലോകത്ത് അവൻ സ്വന്തം ശ്വാസം തന്ന് നമ്മളെ നിലനിർത്തിക്കുകയാണ്. ദൈവം തന്നിരിക്കുന്ന ശ്വാസത്തിൽ ജീവിക്കുന്ന കാലം വരെ അത് നമ്മളുടെ ഹൃദയത്തെ അത് സ്പന്ദിക്കുമ്പോൾ ആ ശരീരം ഏറ്റവും സമ്പൂർണ്ണ ആരോഗ്യമുള്ള ശരീരമായിരിക്കണം. അതുകൊണ്ട് ഈ ലോകം തരുന്നതായ ഒരു മാലിന്യങ്ങളും നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. ഈ പകൽക്കാലം നമുക്കൊരു തീരുമാനമെടുത്തു പോകാം. ഇനി ഞാൻ ഇത് ഉപയോഗിക്കില്ല, ഞാൻ ഈ ലോകത്തിൻ്റെ മാലിന്യം വിട്ട് ഈ ലഹരി വസ്തുവിന് അടിമയാണെങ്കിൽ അത് മാറ്റിക്കൊണ്ട് ജീവനുള്ള ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഇനി കാലങ്ങളൊക്കെ ജീവിക്കാം എന്നൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാം. കാരണം അവൻ നമ്മളെ വിലയ്ക്ക് എടുത്തിരിക്കുന്നു. അവൻ സ്വന്തം ചോര ചിന്തി നമ്മളെ വിലയ്ക്ക് എടുത്തിരിക്കുന്നത് കൊണ്ട്
ആ വിലക്കെടുത്തിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അതുകൊണ്ട് ഈ പാൽക്കാലം ഒരു തീരുമാനമെടുത്തുകൊണ്ട് ദൈവത്തെ പ്രസാദിക്കുവാൻ, നമുക്കൊരു നല്ല ശരീരമായി ഈ ലോകത്തായിരിക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രത്യാശയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സർവചരാചരങ്ങളെ സൃഷ്ടാവും ഞങ്ങളുടെ പരിപാലകനുമായിരിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, മനോഹരമായൊരു പകൽ കർത്താവേ, ഈ പ്രഭാതം ഞങ്ങൾക്ക് തന്നതിനായി നന്ദിയോട് സ്തോത്രം കർത്താവേ. ഇന്ന് ഈ പകൽ മുഴുവൻ ഞങ്ങളെ വഴി നടത്തി ദൈവമേ, പകൽ അന്ത്യോളം കാത്തു പരിപാലിച്ച് ഞങ്ങളുടെ ജോലികളും യാത്രയിലൊക്കെ കരുതണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്രകാരം ഞങ്ങൾ കേട്ടതുപോലെ ഈ സമയങ്ങളൊക്കെ ഞങ്ങൾക്കൊരു നല്ല ശരീരം അവിടുന്ന് ഒരു പൂർണ്ണ ആരോഗ്യവാനായി ഞങ്ങൾ ഉയർത്തണം. അതിനായി ഇന്ന് ലോകത്ത് കാണുന്നതായ രാസവസ്തുക്കളോ ലഹരികളൊക്കെ ഒന്നും ഉപയോഗിക്കാതെ ഞങ്ങൾ അവിടുന്ന് കാത്തു പരിപാലിക്കണം. ഒരു നല്ല മനുഷ്യനായി, നല്ല ഹൃദയത്തിന് ഉടമയായി, നല്ല ശരീരത്തിന് ഉടമയായി, തേജസ്സോടുകൂടി അവിടുത്തെ ഞങ്ങളെ ശരീരം കൊണ്ട് അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾ അതിനെ ഉപയോഗിക്കണമെന്ന് ഞങ്ങൾ ഈ അവസരത്തിൽ ചോദിക്കുമ്പോൾ ഞങ്ങളെ ഈ പ്രാർത്ഥന കേൾക്കണമെന്ന് അരുമരക്ഷകനായ യേശുവിൽ കൂടി യാചിക്കുന്നു. കൃപയോട് പ്രാർത്ഥന കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ.